അസ്സലാമു അലൈക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അവരുടെ 18ാമത് വെയിറ്റിംഗ് ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. 2026 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷിച്ച് കേരളത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആയിരുന്നവരിൽ നിന്ന് സീരിയൽ നമ്പർ 5497 മുതൽ 5508 വരെയുള്ള 12 ആളുകൾക്ക് കൂടി പുതിയതായി അവസരം ലഭിക്കുന്നതാണ്. ഇപ്പോൾ അനുമതി ലഭിച്ചവർ അവരുടെ മുഴുവൻ തുകയും ഒരുമിച്ച് ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ബാങ്ക് റഫറൻസ് നമ്പറോട് കൂടിയ പേയിങ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ എത്രയും പെട്ടെന്ന് അടയ്ക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിലോ സുവിധ ആപ്പിലോ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് മുതലായ സൗകര്യം ഉപയോഗിച്ച് ഓൺലൈനായും പണം അടക്കാവുന്നതാണ്. ഇങ്ങനെ പണമടച്ചതിൻ്റെ രസീതിയും അനുബന്ധ രേഖകളും ചേർത്ത് എത്രയും പെട്ടെന്ന് ഹജ്ജ് കമ്മിറ്റിയുടെ ഓഫീസിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഹജ്ജ് അപേക്ഷാ ഫോമിൻ്റെ സൈൻ ചെയ്ത കോപ്പി, ഡിക്ലറേഷൻ, പാസ്പോർട്ട് ഡിക്ലറേഷൻ, ബാങ്കിൽ പണമടച്ചതിൻ്റെ രസീതി, അതുപോലെ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക ഫോർമാറ്റിൽ ഏതെങ്കിലും ഗവൺമെൻറ് അലോപ്പതി ഡോക്ടർ നൽകിയ മെഡിക്കൽ സ്ക്രീനിംഗ് ആൻഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ. പണം അടച്ചതിൻ്റെ ശേഷം വിസ നടപടികൾ കൂടി പൂർത്തിയാക്കാൻ സാധിച്ചാൽ മാത്രമാണ് ഹാജിമാർക്ക് അവസരം ലഭിക്കുന്നത്. അതിനാൽ അനുമതി ലഭിച്ചവർ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങളെല്ലാം നിർവഹിക്കണമെന്ന് ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം അറിയിക്കുന്നുണ്ട്. അനുമതി ലഭിച്ച എല്ലാ തീർത്ഥാടകർക്കും മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് ആരോഗ്യത്തോടു കൂടി നാട്ടിൽ തിരിച്ചെത്തി കുടുംബത്തോടൊപ്പം കൂടിച്ചേരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത് എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.